വെൽക്കം ടു ആനീസ് കിച്ചൺ. ക്രിസ്മസ് ഒക്കെ അടുക്കുക, എനിക്കങ്ങ് മേല എന്നാണെന്നറിയോ, നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ആഘോഷമൊക്കെ അടുത്തുകൊണ്ടിരിക്കുമല്ലേ. ഇന്ന് ഇത്രയും ദിവസം നമ്മളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കേരള ഭക്ഷണവും എന്നാ പറയുന്നത് ചൈനീസ് ഭക്ഷണവും ഒക്കെ ചെയ്തു. ഇനി നമ്മൾ കേരളയും ഇന്ത്യയും ചൈനയും ഒക്കെ വിട്ടിട്ട് വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. വേറെ എവിടെയാണ് നമ്മളിന്ന് പോകുന്നത്? എവിടെയാണെന്നറിയാവോ? നമ്മളിന്ന് ജപ്പാനിലേക്ക് പോവുക. അന്നേരം ആലോചിക്കും, ദൈവമേ ജപ്പാനിൽ പോയി എന്നാ ഉണ്ടാക്കാൻ പോകാമെന്നല്ലേ. അന്നേരം എന്നാണെന്നറിയാവോ, ജപ്പാനിൽ പോയിട്ട് നമ്മൾ അവരൊക്കെ കഴിക്കുന്ന കൂട്ട് എന്നാ പറയുന്നത് വലിയോ വാറ്റയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ തിന്നാൻ പോകുന്നത്. നമ്മൾ അവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാർട്ടറാണ്. അത് ശരിക്കും കൊഞ്ച് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരൊക്കെ കേട്ടാൽ ഭയങ്കര രസമാണ് കേട്ടോ. പ്രോൺ ടെമ്പുറ എന്നാണ് അതിന് പറയുന്നത്. ഇതെവിടുന്നാണ് പഠിച്ചതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു ഫാമിലി ഫ്രണ്ടായ അച്ഛൻ കുഞ്ഞെന്ന് പറയും. അച്ഛൻ എൻ്റെ വൈഫ് അമ്മാമയാന്നു, എൻ്റെ പ്രിയപ്പെട്ട അമ്മാമയാട്ടോ. അന്നേരം ആ അമ്മാമയാന്നു എനിക്ക് ഇത് പറഞ്ഞു തന്നെ. അമ്മാമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മാമ ഏറ്റവും നല്ല ഈ പറഞ്ഞ പോലെ തനി നാടനല്ല, പക്ഷെ എന്നാലും ഇതേപോലെ ഈ പ്രോൺ ടെമ്പുറ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രാബ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ഡിഷസൊക്കെ അമ്മാമ ഉണ്ടാക്കി തരുവേ. അങ്ങനെ ഞാൻ അവിടെ പോയി കഴിച്ചപ്പോഴത്തേക്ക് എന്നാ ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അമ്മാമയും പറയുന്നതായാലും ഞാൻ പറഞ്ഞായാലും ഒറ്റ കാര്യമാണ് ഞാൻ പറയാനുള്ളത്. ഈ ടെമ്പുറായ്ക്കുള്ള ഒരൊറ്റ കാര്യം ടിപ്പാണ് ഞാൻ പറയുന്നത്. നമുക്ക് അത് ചൂടോടെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ എന്നാണെന്നറിയാവോ, ഈ കൊഞ്ചിന് രണ്ട് ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ തനി ജപ്പാൻ എന്നാ പറയുന്നത് റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. പ്രോൺ ടെമ്പുറ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ കുറച്ചൊരു ആനീസ് ടിപ്പൊക്കെ നമ്മൾ ചേർക്കുകയല്ലേ. അതായത് ജപ്പാനിലൊക്കെ ഇത് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് എന്നാ പറയുന്നത് സോഫ്റ്റായി പോവും, മറിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും വരികയില്ല. പക്ഷേ നമ്മുടെ കേരളയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സാധനം വറുത്തെടുക്കുകയാണെങ്കിൽ അത് നല്ല എന്നാ പറയുന്നത്, നമ്മളൊരു വാക്കൊക്കെ പറഞ്ഞാൽ വാക്കാന്ന് പറയുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് സെയിം ബാറ്ററിൽ വറുത്തെടുക്കുകയാണെങ്കിലും ഉണ്ടല്ലോ, അതാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഈ ടെമ്പുറ എന്ന് പറയുന്ന സാധനത്തിനകത്ത്. പിന്നെ ഈ ജപ്പാനിലൊക്കെ ആന്നേൽ ഈ പറഞ്ഞ പോലെ കൊഞ്ചിനൊന്നും അധികം വേവ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അവരൊക്കെ പകുതിയും റോ ആയിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്. നമ്മളെ കൊണ്ട് ഇതൊക്കെ ഒക്കുകയല്ലെന്നേ, നമുക്ക് ഇച്ചിരി വെന്തൊക്കെ തിന്നാനേ ഒക്കത്തുള്ളൂ. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനൊരു ടിപ്പുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എന്നാന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടൊന്നും പറയാൻ ഒക്കുകയില്ല. എന്നാന്ന് വെച്ചാൽ അതിന് ആ ബാറ്റർ എത്രയാ കൊഞ്ച് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും കൊഞ്ചിന് വേണ്ടി അത്രയും എന്നാ പറയുന്നത് ഏത്തക്കാപ്പം നമ്മൾ മുറിച്ചേച്ച് അത്രയും മുങ്ങാനായിട്ടുള്ള ഒരു ബാറ്റർ വേണമെന്ന് പറയുകയില്ലേ. അന്ന് പറയുന്ന കൂട്ടേ ഉള്ളൂ. എത്ര കൊഞ്ചാണ് നമ്മുടെ കൈ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബാറ്റർ കലക്കണ്ടേ. ഇനിയിപ്പോൾ ബാറ്റർ എങ്ങനെയാണ് കലക്കേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതിപ്പോൾ എന്നാണെന്നറിയോ, ഒരു 10-25 കൊഞ്ചുണ്ട്. കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ആ നടുവേ ഉള്ള ആ ഒരു ഞരമ്പില്ലേ, അതങ്ങോട്ട് എടുത്ത് കളയണം. പിന്നെ ഈ പുറവശത്തും ഉണ്ട് ഒരു ഞരമ്പ്, അതും അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മാത്രമേ കൊഞ്ച് വലിയ എന്നാ പറയുന്നത് വയറ്റിൽ ചെന്നാലും വലിയ ഇനക്കേടൊന്നും ഉണ്ടാക്കാതിരിക്കത്തുള്ളൂ. പിന്നെ ടെമ്പുറായ്ക്കുള്ള ഒരു കുഴപ്പം എന്നാന്നോ, കുഴപ്പമല്ല, അത് അതിൻ്റെ പാർട്ട് ഓഫ് ഇറ്റാണ്. ഈ കൊഞ്ചിന് എപ്പോഴും വാല് വെച്ചേക്കണം. വാല് വെച്ചേച്ച് വേണം ആ കൊഞ്ച് വൃത്തിയാക്കാൻ. ഇത്രയേ ഉള്ളൂ കൊഞ്ചിനെ പറ്റി പറയാൻ. അപ്പം നമ്മൾ എത്രയാണ് മേടിക്കുന്നത്, ഒരു 20-25 കൊഞ്ചാന്നേൽ അതനുസരിച്ച്. ഇതിപ്പോൾ ഒരു കറക്റ്റ് ഒരു 25 പീസസ് കാണും. പിന്നെ വേണ്ടിയെന്നാണോ, കുറച്ച് പഞ്ചസാരയാണ്. ഇത് പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പൊടിക്ക. ഈ ചൈനയിലും ജപ്പാനിലും ഒക്കെ എന്നാണെന്നറിയാവോ വലിയ ടെൻഷൻ എന്നാന്ന് വെച്ചാൽ അജിനോമോട്ടോ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ചേർക്കുകയല്ലേ. നമുക്കത് വേണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ ഇവിടെ വന്നേക്കുന്ന ഡോക്ടേഴ്സും എല്ലാവരും നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്നതാ, നമ്മൾ ഇച്ചിരി ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആവണമെന്നല്ലേ. അന്നേരം നമ്മൾ ഇച്ചിരിയെങ്കിലും അനുസരിക്കാതിരിക്കാൻ നോക്കുമോ? അന്നേരം നമ്മൾ അതിന് പകരം ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ടേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടിയാണ്, പിന്നെ ഇച്ചിരി ഉപ്പാ വേണ്ടിയേ, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ കുറച്ച് മൈദ, പിന്നെ മുട്ട അന്നേലും നമുക്ക് എന്നാ പറയുന്നത് ബാറ്ററിനനുസരിച്ചാന്നേ. ആദ്യം നമുക്ക് ഒരു മുട്ട ഉപയോഗിച്ച് ബാറ്റർ ഉപയോഗിക്കാം, കലക്കാം. ഇതിനകത്തുള്ള കുഴപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് മുട്ടയുടെ വെള്ളം മാത്രം മതി, മഞ്ഞ വേണ്ട. പിന്നെ ഇതെന്നാന്നറിയോ, ഇത് ടൂത്ത് പിക്ക് എന്നാത്തിനാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് എന്നാത്തിനാന്നുള്ളത്. പക്ഷേ ഇവിടെ എന്നാ പ്രശ്നം എന്നറിയാവോ, ഈ ടെമ്പുറ ഉണ്ടാക്കുമ്പോഴത്തേന് ഇതിനകത്ത് 2 വേർഷനുണ്ട്. അതായത് കൊഞ്ചാണെങ്കിൽ അതൊക്കെ നമ്മളിപ്പോഴൊക്കെയാണ് അറിയുന്നത്.
ജപ്പാനിലൊക്കെ ആണെങ്കിൽ ഈ ടെമ്പുര അത് എന്നാ പറയുന്നത് നീളത്തിൽ അത് വറുത്തെടുക്കുന്ന ആ കൊഞ്ചിൻ്റെ സ്ട്രേറ്റ് ഷേപ്പിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ മാത്രമേ അത് ജപ്പാൻ ഫുഡ് ആവത്തുള്ളൂ. ഈ കൊഞ്ചൊന്ന് ചുരുങ്ങുവാന്നേലുണ്ടല്ലോ അന്നേരം അതിനെ ചൈനയിലോട്ട് പോകും. അന്നേരം എന്നാ മെനക്കേടാന്ന് നോക്കിയാൽ. ഇതിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടത്? ചൈനയ്ക്കും വിടണ്ട, ജപ്പാനിനും വിടണ്ട. ഞാൻ എന്നാ ചെയ്യുമെന്നറിയാമോ? എളുപ്പ വഴിയാണ്. ഈ ടൂത്ത് പിക്കൊക്കെ മിക്ക വീട്ടിലും കാണും. ഇല്ലെന്നുണ്ടേൽ നമ്മുടെ കൊഞ്ചിൻ്റെ വെളുപ്പത്തിന് ഒരു ഈർക്കിലി എടുത്തേച്ചാൽ മതി. ഈർക്കിലി എടുത്തേച്ചാൽ എന്നാ ചെയ്യണമെന്നറിയാം? ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. വേണ്ടേ അതിൻ്റെ ആ മേത്തോട്ട് ഇങ്ങനെ അങ്ങ് എന്നാ പറയുക നട്ടൽ പോലെ അങ്ങോട്ട് കുത്തി വെച്ചേച്ചാലുണ്ടല്ലോ നമ്മൾ വറക്കുമ്പോഴത്തേക്ക് കൊഞ്ചും ഇങ്ങനെ വടി പോലെ തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ എന്നാ ചെയ്യണം? ആ വറുത്തെല്ലാം കഴിഞ്ഞേച്ച് ഈ ആ ടൂത്ത് പിക്ക് അങ്ങ് എടുത്ത് മാറ്റി വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. അതിനാണ് ഞാൻ ഈ ടൂത്ത് പിക്ക് വെച്ചേക്കുന്നത്. അപ്പം നമുക്കിന്ന് ജപ്പാനിലോട്ട് തന്നെ പോയേച്ചാൽ മതി. ചൈനയിൽ പോയാൽ കൊഞ്ചു ചുരുങ്ങും. അതുകൊണ്ട് വേണ്ട, ജപ്പാനിൽ നിന്നുകൊണ്ട് നമുക്കിന്ന് പ്രോൺ ടെമ്പുറ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്നാ പറയുന്നത് ഇതിന് ഇനി കൊഞ്ച് അവിടെയൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഈ ജപ്പാനിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ റോ ആയിട്ട് കഴിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ലേ. അന്നേരം നമ്മൾ ഈ കേരളക്കാർക്കൊന്നും അത് ഒക്കുകയില്ല. അന്നേരം എനിക്കാന്നേലും ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഒരു റെസിപ്പി നമ്മൾ ചെയ്യുവാന്നേലും ഇപ്പം അത് ചിക്കൻ ആന്നേലും ഈ പറഞ്ഞ പോലെ മീനാന്നേലും ഒക്കെ, കഷ്ണ മീനാണെങ്കിലും ഓക്കെ. അതല്ല ഇപ്പോൾ ഈ ഷെൽ ഐറ്റംസ് കൊഞ്ച് കണവ ഇതൊക്കെ ആണെങ്കിലും എനിക്ക് ഇച്ചിരി വേവിക്കാതെ ഒക്കുകയില്ല. അന്നേരം എന്നാ ചെയ്യണമെന്ന് പറയാം. എന്നും പറഞ്ഞ് നമ്മുടെ ഫ്യൂഷനൊന്നും മാറുകയില്ല. ഇതിപ്പോൾ നമ്മൾ ആനീസ് കിച്ചണല്ലേ ഇത് ചെയ്യുന്നത്. അന്നേരം പിന്നെ ഇച്ചിരി ഒരു വ്യത്യാസം വരാം. ഇനിയിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കൊഞ്ചിനെ ചൈനയിലോട്ട് വിടാതെ ജപ്പാനിൽ തന്നെ പിടിച്ചു വെക്കാൻ പോവാം. ജപ്പാനിൽ പിടിച്ചു വെക്കണമെന്നെങ്കിൽ നമുക്ക് കൊഞ്ചിന് നട്ടൽ കൊടുത്തേ ഒക്കത്തുള്ളൂ. അന്നേരം എന്നാ ചെയ്യണം? കൈ കിട്ടുന്ന ഈർക്കിലിയാന്നേൽ അങ്ങനെ, അതല്ല വീട്ടിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ. എന്നുവെച്ചാൽ എന്നാന്ന് വെച്ചാൽ അതിൻ്റെ എന്നാ പറയുന്നത് അതിൻ്റെ നടുക്കോട്ട് അങ്ങോട്ട് കുത്തി വെക്കുക. അന്നേരം കൊഞ്ച് നമ്മൾ വേവാൻ നേരത്തുണ്ടല്ലോ അത് വളയുകയില്ല. വേണ്ടേ ഞാൻ എന്നാ പറയുന്നത് നാട്ടിലില്ലാത്തവർക്കൊക്കെ നാട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, നാട്ടിലില്ലാത്തവരൊന്നും നമ്മുടെ ആനീസ് കിച്ചണിൽ വേണ്ട. ഇനിയിപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്നറിയാമോ? ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ കൊഞ്ച് തന്നെ ആയിട്ട് നമ്മൾ വറുത്തെടുത്താൽ ഒക്കുകയില്ല. എനിക്കും മാനസികമായിട്ട് അത് ശരിയാവുകയില്ല. അന്നേരം നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കൊഞ്ച് കുറച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. വെള്ളവും ഒഴിച്ചേച്ച് ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ടേച്ച് ഞാൻ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കാര്യം എന്നാണെന്നറിയാവോ, നമ്മളിനി ആ ബാറ്ററിലാണെങ്കിൽ ഇച്ചിരി ഉപ്പും കൂടി വേണ്ടേ. അതുകൊണ്ട് ഇച്ചിരി ഉപ്പ്, അതായത് ആ കൊഞ്ചിൽ ഇച്ചിരി ഉപ്പ് പിടിക്കാനായിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിട്ടിട്ട് നമുക്കിനി ഒന്ന് കൊഞ്ച് വേവിക്കാം. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കുക. ഇനി എൻ്റെ ബാറ്റർ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? നമുക്ക് ആദ്യം ഇതിനകത്ത് ഇച്ചിരി കോൺഫ്ലവർ ഒരു വലിയ ടീസ്പൂൺ അല്ല, ഒരു വലിയ ടേബിൾ സ്പൂണാണേ ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പ്. അതെന്നാന്ന് വെച്ചാൽ നമ്മൾ കൊഞ്ചിനകത്താണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കൊഞ്ചിനകത്ത് പിടിക്കാനാണ്. ഇത് ബാറ്ററിന് വേണ്ടിയുള്ള ഇച്ചിരി ഉപ്പാണ്. പിന്നെ കുറച്ച് പഞ്ചസാര. ഇത് ശരിക്കും നമ്മൾ എന്നാ പറയുന്നത് അജിനോമോട്ടോയ്ക്ക് പകരം ഉപയോഗിക്കുന്നതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിനകത്തോട്ട് ഇനി നമുക്ക് തന്നെ നമ്മുടെ കൊഞ്ച് നല്ലതായിട്ട് അങ്ങ് തിളച്ച് കഴിഞ്ഞേച്ചാലുണ്ടല്ലോ ഇച്ചിരി പോലെ അതിനകത്ത് നിന്ന് വെള്ളം തന്നെ വരും. അന്നേരം അത് ഇച്ചിരി തുറന്ന് കിടന്ന് വറ്റുമ്പോഴത്തേന് നമുക്ക് കൊഞ്ചും റെഡിയാവും. ഇതിനകത്തോട്ട് ഇനി നമ്മുടെ മുട്ടയുടെ വെള്ളം മാത്രം മതി. ഇതിനി നല്ലതായിട്ട്, അതായത് ആ കോൺഫ്ലവർ ആണെങ്കിൽ നമ്മൾ ഈ എന്നാ ചേർക്കുന്ന ഈ വെള്ളം അല്ല ഇല്ലേ മുട്ടയുടെയൊക്കെ ആ വെള്ളം പോലെയുള്ള കൺസിസ്റ്റൻസി ചെല്ലുമ്പോഴത്തേന് ആ കോൺഫ്ലവർ ഇച്ചിരി ഒന്ന് കട്ടിയാവുക. അതായത് കട്ടി എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് എന്നാ പറയുന്നത് അത് നമുക്ക് ആ ബാറ്റർ കലക്കുമ്പോഴത്തേന് അറിയാം ഇച്ചിരി കട്ടിയായിട്ട് തോന്നും. പക്ഷേ അതുണ്ടല്ലോ കോൺഫ്ലവറിനുള്ളൊരു ഗുണം എന്നാന്ന് വെച്ചാൽ അത് കട്ട പിടിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഒരു ഹാർഡായിട്ടൊന്ന് കലക്കി വെച്ചാൽ മതി. കൊഞ്ചിപ്പോൾ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് നേരം അത് വേണം വേവാൻ. അന്നേരം എന്നാ ചെയ്യണമെന്നറിയാവോ? ശരിക്കും ഈ കൊഞ്ചിനകത്ത് നിന്ന് ഇച്ചിരി വെള്ളം വരുവാന്നേൽ നമുക്ക് മറ്റേ ബാറ്റർ കലക്കാനായിട്ട് ഇതിൽ നിന്ന് വെള്ളം എടുത്തേച്ചാലും മതി. അതല്ല എന്നാ പറയുന്നത് ഇച്ചിരി വെള്ളം ഉള്ളെങ്കിൽ കൊഞ്ച് വേവണം അങ്ങനെയാണെന്ന് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം ഇതിനകത്ത് ഉണ്ട്, എന്നാൽ കൊഞ്ച് വേവാൻ ഇച്ചിരി സമയവും വേണം. ഇനിയിപ്പോൾ ഇത് എന്നാ പറയുന്നത് തിളച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഫ്ലെയിം കൂട്ടിയേക്കണേ. നമുക്ക് ഇച്ചിരി വെള്ളം പോലെ ആയോ ആ സെക്കൻഡ് ബാറ്റർ കലക്കാൻ. ഇതിപ്പോൾ ഫസ്റ്റ് ബാറ്റർ ഞാൻ കലക്കി വെച്ചേക്കുക. ഇനിയിപ്പോൾ സെക്കൻഡ് ബാറ്റർ എന്നാന്ന് വെച്ചാൽ നമ്മുടെ മൈദായ.
നമ്മുടെ കൊഞ്ച് എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് എന്നാ പറയുക ഏത്തക്കാപ്പമൊക്കെ കലക്കുന്ന കൂട്ട് കലക്കി വെച്ചാൽ മതി. ഇപ്പോൾ 3 സാധനത്തിനകത്ത് നമ്മൾ ഉപ്പുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ ബാറ്ററിനകത്തുണ്ട്, കൊഞ്ച് വേവാനിട്ടപ്പോൾ ഉപ്പുണ്ട്. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിനകത്തും കൂടെ ഒരു ഇച്ചിരി ഉപ്പ് ഇടാൻ പോവുക. അന്നേരം എല്ലാം നോക്കിയും കണ്ടേച്ചൊക്കെ വേണം ഉപ്പിടാൻ. ഇനിയിപ്പോൾ നമ്മുടെ കൊഞ്ചാണെങ്കിൽ ഏകദേശം പകുതിയായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ ബാക്കി എണ്ണയിലിട്ട് നല്ലതായിട്ട് വറുത്തെടുക്കാനുള്ളതല്ലേ, അന്നേരം പകുതി അതിനകത്ത് കിടന്ന് വെന്തോളും. ഇതിപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളമുണ്ട്, അന്നേരം അത് ഇച്ചിരി ചൂടോടുകൂടെ ഒന്നും ഇതിനകത്ത് ഒഴിച്ചാൽ ഒക്കുകയില്ല. അതിന് ഇച്ചിരി ഒരു തണുക്കണ്ടേ, തണുത്തേച്ച് ഇതിനകത്ത് ഒഴിക്കുക. ആ സമയം കൊണ്ട് എന്നാ ചെയ്യണമെന്ന് അറിയാം, നമ്മുടെ ഈ കൊഞ്ചൊന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൊഞ്ചും നമുക്ക് ആറാൻ നോക്കും. ഇനി ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു ആറണം. ഇനിയിപ്പോൾ ഞാൻ എന്നാ പറയുന്നത്, കൊഞ്ച് വെന്ത വെള്ളമില്ലേ അത് ഇച്ചിരി ആറിയിട്ടുണ്ട്, അത് തന്നെ മതിയാവും നമുക്ക് ആ ബാറ്റർ കലക്കാനേ. എന്നത്തിന് വെറുതെ കളയുന്നത്. എൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നുള്ളേ, ഞാൻ ഇച്ചിരി അതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർക്കുക. ഞാൻ പറഞ്ഞ കൺസിസ്റ്റൻസി അറിയാലോ, നമ്മുടെ ഏത്തക്കാപ്പത്തിനൊക്കെ കലക്കുന്ന കൂട്ടങ്ങ് കലക്കി വെച്ചാൽ മതി. ഇതേ ഉള്ളൂ നമ്മുടെ കൺസിസ്റ്റൻസി. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമുക്ക് കൊഞ്ച് ഓരോന്നായിട്ട് ഇപ്പം ചൂടൊക്കെ ആറിയിരിക്കുവാന്നേ, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബാറ്ററില്ലേ, അതായത് കുരുമുളകും മുട്ടയുടെ വെള്ളയൊക്കെ ഇട്ടുണ്ടാക്കിയേ, അതിനകത്തോട്ട് നമ്മൾ ഈ കൊഞ്ചിടണം. എണ്ണ നല്ല ചൂടായി കിടക്കുക. അന്നേരം ഞാൻ ഇത് അതിനകത്തോട്ട് ഇടാൻ പോവാം. ഇനിയിപ്പോൾ ഇത് ഇച്ചിരി മൂക്കാൻ ഇച്ചിരി നേരമൊക്കെ വേണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വൈറ്റ് ആവാനൊക്കത്തില്ല, ഇച്ചിരി ഒരു ബ്രൗണൊക്കെ അവിടെ ഇവിടെയൊക്കെ വേണേ. അന്നേരം ഇച്ചിരി ആ ഏത്തക്കാപ്പത്തിനോളോ ഒന്നും വലുപ്പം ബ്രൗൺ ആവണ്ട, കട്ട്ലേറ്റിൻ്റെ അത്രയും ആവണ്ട, എന്നാൽ ഇച്ചിരി ആ വൈറ്റൊക്കെ ഒന്ന് മാറി ഒരു ഷാലോ വൈറ്റൊക്കെ അയച്ചാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ജപ്പാനിലും ചൈനയിലും ഒക്കെ പോയിട്ട് വന്നിട്ട് അവസാനം ഇൻഡോ ജപ്പാൻ ഫ്യൂഷൻ സാധനമൊക്കെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം നമ്മൾ പോയിട്ട് വന്നേച്ചിന്ന് വരാൻ പോകുന്ന ഗസ്റ്റിനെ കുറിച്ചൊന്നും നമ്മളിവിടെ ചർച്ച ചെയ്തേയില്ല. ഇന്ന് ശരിക്കും ഇവിടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാന്നറിയാവോ, ഫോമർ US അംബാസിഡർ TP ശ്രീനിവാസൻ സാറും വൈഫ് ലേഖ ചേച്ചിയും കൂടിയാണ് ഇവിടെ വരുന്നത്. ശരിക്കും ശ്രീനിവാസൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ പോലെ ആനീസ് കിച്ചൺ ഇസ് ഫീലിംഗ് പ്രൗഡ് ഓഫ് ഹെർ സെൽഫ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു അംബാസിഡറൊക്കെ എൻ്റെ ആനിയുടെ കുഞ്ഞടുക്കളയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ശരിക്കും സന്തോഷമുണ്ട്, ഒരു അഭിമാനവും തോന്നുന്നുണ്ട് കേട്ടോ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം ശരിക്കും അദ്ദേഹം കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ വൈസ് ചാൻസലറും കൂടിയാണ്. ശരിക്കും അദ്ദേഹത്തെ കുറച്ചുകൂടെ നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് എന്നാ ഒരു അനുഗ്രഹമാണെന്നറിയോ. എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം എനിക്കും പിള്ളേരുണ്ട്, നമ്മുടെ വീട്ടിലെ പിള്ളേർ പഠിച്ച് വളർന്ന് വലുതായി എന്നാ ആവുന്നൊന്നും നമുക്കറിയാൻ മേല. പക്ഷേ അദ്ദേഹം പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഫ്രം 1st to 12th നമ്മൾ പിള്ളേരുടെ പഠിത്തവും എല്ലാം നോക്കിയും കണ്ടേച്ചും ഒക്കെ പറയുവാന്നേൽ അദ്ദേഹത്തിന് ശരിക്കും അത് ഒരു ചൈൽഡിനെ ഗ്രൂം ഔട്ട് ചെയ്യാൻ നോക്കും. അതായത് ഹി നോസ് ഹൗ ടു ഡൈവേർട്ട് എ ചൈൽഡ്, വെദർ ഹി വാണ്ട്സ് ടു ബിക്കം എൻ IAS ഓഫീസർ അല്ലെങ്കിൽ IFS വാട്ട് എവർ ഇറ്റ് മേ ബി. അത് നല്ലൊരു കാര്യം തന്നെയല്ലേ. പിന്നെ ചേച്ചി ആണെങ്കിലും ഉണ്ടല്ലോ ശരിക്കും ഒത്തിരി ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നുണ്ട്. ഈ കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ചാരിറ്റി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്നാ ചെയ്യുന്നത്, അങ്ങ് ദൂരത്ത് നിന്നുകൊണ്ട് ഒരു 100 രൂപ അങ്ങ് കൊടുക്കും, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചല്ല, ഷീ ഈസ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട്. നല്ല കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നത്. അത് മാത്രമല്ല ചേച്ചി ഈസ് എ വെരി ഗുഡ് പെയിൻറ്റർ, നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇതെല്ലാം പോയിട്ട് ഹൗ ഷീ വർക്ക്സ്, എങ്ങനെ ഈ ചാരിറ്റി കൊണ്ടുപോകുന്നതെന്ന് എന്നാന്ന് വെച്ചാൽ നമ്മളൊക്കെ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പുള്ളിക്കാരത്തേക്ക് നല്ല ഒരു കഴിവാണുള്ള, ഷീ ഈസ് എ വെരി ഗുഡ് ഡാൻസർ ആൻഡ് വാട്ട് ഷീ ഏൺസ് ഫ്രം ദ ഡാൻസിങ്, അത് പെർഫോമൻസ് ചെയ്ത് എന്നാ പുള്ളിക്കാരത്തി അതിൽ നിന്ന് ഏൺ ചെയ്യുന്നു, ദാറ്റ് ഇസ് ഷീ ഫണ്ട്സ് ഫോർ ദ ചാരിറ്റി. അപ്പോൾ നോക്കിയാൽ എന്നാ നല്ല ആൾക്കാർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോട്ട് ടെമ്പുറ ഒക്കെ ഉണ്ടാക്കി നമുക്ക് അദ്ദേഹമാണെങ്കിൽ ഒത്തിരി വേൾഡ് വൈഡ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആനീസ് കിച്ചണിൽ നിന്ന് ഒരു ജപ്പാൻ ഇൻഡോ ഫ്യൂഷൻ ടെമ്പുറയൊക്കെ കൊടുത്ത് നമുക്ക് സ്വീകരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടെമ്പുറ മൂത്ത് കഴിഞ്ഞേ,
ഇതാണ് നമ്മുടെ പ്രോൺസ് ടെമ്പുറ. പക്ഷേ ഇത് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാണെന്നറിയോ, പ്രോൺസിൻ്റെ നട്ടൽ വലിച്ച് ഊരിയേച്ച് വേണം നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ. അതെപ്പോഴും ഓർത്തോടാം. പിന്നെ ഇതിനകത്ത് വേറൊരു വേർഷനും കൂടെ ഞാൻ പറയട്ടെ. ഇതിനകത്ത് നമ്മുടെ ആനീസ് കിച്ചൻ്റെ ഒരു സ്പെഷ്യൽ പറയാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബാറ്ററില്ലേ, അതിനകത്തോട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ടേച്ച് അതും കുറച്ച് നമുക്ക് വറുത്തെടുക്കാം. അതിന് ശരിക്കും നമുക്ക് മറ്റേ എന്നാ പറയുന്നത് മൈദയുടെ ബാറ്റർ വേണ്ട. അതിനകത്ത് നമുക്ക് ഈ ഒരു ചെറിയ സാധനം മാത്രം മതി, ആദ്യത്തെ ഒരു ബാറ്റർ മാത്രം മതി. അതിനകത്താണെങ്കിൽ തീ ഒത്തിരി വലിയ ഫ്ലെയിമൊന്നും വയ്ക്കണ്ട, ഒരു ഇച്ചിരി ഫ്ലെയിം വെച്ചാൽ മതി. പക്ഷേ അത് ഈ പറഞ്ഞ കൂട്ട് ഒന്നിച്ചൊന്നിടാൻ നോക്കുകയില്ല. തീ ഒന്നാമതേ കൂടിയിരിക്കുമല്ലോ, അന്നേരം ഒരു ഇച്ചിരി തീ അങ്ങോട്ട് കുറച്ചേച്ച് തീനെ ഒരു സമാധാനപ്പെടുത്തിയേച്ചൊക്കെ നമുക്ക് ഇടാനൊക്കെ. ഇത് നമ്മുടെ ആനീസ് കിച്ചണിലെ ടെമ്പുറ കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് എല്ലാ കൊഞ്ചുവാണെങ്കിൽ വറുത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരണ്ടായോ, അന്നേരം ഇച്ചിരി നേരം വേണ്ടേ? വേണ്ട, ഞാനുണ്ടല്ലോ നമ്മുടെ പ്രോൺ ടെമ്പുറ ആണെങ്കിൽ ഇച്ചിരി എൻ്റെ ഒരു കലാബോധത്തിൽ, വലിയ കലാബോധമൊന്നും ഇല്ല, പക്ഷേ എന്നാലും ഒരു ഇച്ചിരി കലാബോധത്തിലൊക്കെ ഞാൻ അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൊമാറ്റോ ഒക്കെ മുറിക്കാനാണെങ്കിൽ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനാണെങ്കിൽ കഴിക്കാനാണെങ്കിൽ ടാറ്റാ സോസൊക്കെ ഒത്തിരി നല്ലതാണ്.